നെന്മാറ അരുംകൊലിയിൽ പ്രതി ചെന്താമരയ്ക്ക് ജാമ്യമില്ല. ഭാസ്കരക്കാരനവർ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. 14-കാരനെ ബെൽറ്റ് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് പിതാവ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ചെട്ടിക്കാട് നടു റോഡിൽ കത്തിക്കുത്ത് നടത്തിയ കേസിൽ 5 പേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു തീരദേശ റോഡിൽ ചെട്ടിക്കാട് ജംഗ്ഷനിൽ പട്ടാപ്പകൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നാട്ടുകാരെ ഭയപ്പെടുത്തി തീരദേശ റോഡിലെ ചെട്ടിക്കാട് ജംഗ്ഷനിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയത്. ചെട്ടിക്കാട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന മീൻതട്ട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പ ബിനുവും ജോൺകുട്ടിയും ഇവരുടെ സംഘത്തിൽപ്പെട്ടവരുമാണ് ഏറ്റുമുട്ടിയത്. കേസിൽ ചെട്ടിക്കാട് സ്വദേശി തുമ്പ ബിനു, പാതിരപ്പള്ളി സ്വദേശികളായ റോഷൻ, ഷാജി, ഓമനപ്പുഴ സ്വദേശി യേശുദാസ് എന്നിവരാണ് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ജോൺകുട്ടിയെ വധിക്കാൻ ശ്രമിച്ചതിന് തുമ്പ ബിനു, റോഷൻ, ഷാജി, യേശുദാസ് എന്നിവർക്കെതിരെയും തുമ്പ ബിനുവിനെ വധിക്കാൻ ശ്രമിച്ചതിന് ജോൺകുട്ടിക്കെതിരെയും കേസെടുത്തു. കത്തിക്കുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനുവും ജോൺകുട്ടിയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയാണ്. ഒളിവിൽ കഴിഞ്ഞെടുത്തു നിന്നാണ് മറ്റു പ്രതികളെ പിടികൂടിയത്. ജനം, ആലപ്പുഴ. 10ാം ക്ലാസ് വെൽഫെയർ ആഘോഷങ്ങൾക്ക് BMW കാർ വാടകയ്ക്കെടുത്ത് വിദ്യാർത്ഥികൾ. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 2000 രൂപ നൽകി ആഡംബര കാർ സ്കൂളിലേക്ക് എത്തിച്ചത്. സ്കൂളിൽ BMW കാറുമായി എത്തി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെതിരെ കോന്നി പോലീസ് കേസെടുത്തു. ഫെയർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ BMW കാറ് കോമ്പൗണ്ടിൽ കയറ്റി അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ പോലീസ് അവിടെ പോയപ്പോൾ 2 കുട്ടികൾ ഇതിലൊരു BMW കാറുമായിട്ട് അവിടെ കോമ്പൗണ്ടിൽ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ആയിരുന്നു ഇന്ന്. ഫെയർവെൽ ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ വിദ്യാർത്ഥികൾ ആഡംബര കാർ സ്കൂളിലേക്ക് എത്തിച്ചു. കാറിൽ ചേർന്ന് നിന്ന് ഫോട്ടോഷൂട്ടും കാറിനുള്ളിൽ ആഘോഷങ്ങൾ നടത്തുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ഉദ്ദേശം. സ്കൂൾ അധികൃതർ അറിയാതെയായിരുന്നു വിദ്യാർത്ഥികൾ BMW കാർ ഫെയർവെല്ലിന് എത്തിച്ചത്. വിവാഹ ചടങ്ങുകൾക്ക് കാർ വാടകയ്ക്ക് നൽകുന്നവരിൽ നിന്നുമാണ് കുട്ടികൾ കാർ സ്കൂളിലേക്ക് എത്തിച്ചത്. ഇതിനായി 2000 രൂപയും നൽകി. ഇങ്ങനെ വാഹനം വാടകയ്ക്ക് നൽകുമ്പോൾ ഡ്രൈവറായി പോകുന്ന 19-കാരൻ മണ്ണോർകുളിഞ്ഞി സ്വദേശി ജോസ് അജി വർഗീസ് കാറുമായി സ്കൂൾ മൈതാനത്തേക്ക് എത്തി. ഇയാൾ സ്കൂൾ വളപ്പിലേക്ക് കാർ ഓടിച്ചു കയറ്റി മുറ്റത്ത് വട്ടത്തിൽ ഓടിച്ച് പൊടി പറത്തി അഭ്യാസ പ്രകടനം നടത്തിയതോടെ സംഭവം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്കൂൾ അധികൃതർ ഉടൻ ഗേറ്റ് പൂട്ടി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് പരിശോധനയിൽ യുവാവിന് ലൈസൻസ് ഉണ്ടെന്ന് വ്യക്തമായി. യുവാവും ഒപ്പം കാറും കോന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകടകരമായ വിധം വാഹനം ഓടിക്കൽ, സ്കൂൾ വളപ്പിലേക്ക് അനധികൃതമായി വാഹനം പ്രവേശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ജനം, പത്തനംതിട്ട. പത്തനംതിട്ട കൂടലിൽ 14-കാരനെ മർദ്ദിച്ച പിതാവ് പിടിയിലായി. ശിശുക്ഷേമ സമിതി കൂടൽ പോലീസിന് കൈമാറിയ പരാതിയിലാണ് 45-കാരനായ പിതാവിനെ അറസ്റ്റ് ചെയ്തത്. ബെൽറ്റ് ഉപയോഗിച്ച് ക്രൂരമർദ്ദനമാണ് കുട്ടിക്ക് പിതാവിൽ നിന്നും നേരിടേണ്ടി വന്നത്. രാത്രിയില്ല, പകലില്ല, ഫുട്ബോൾ, കോപ്പ്, ചെരുപ്പ്, ഡ്രസ്. എന്നെ വളരെ ഉണ്ടാക്കാനൊക്കെ താക്കോലെടുത്ത് കൂട്ടി
ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കും. പതിനാലുകാരനെ പിതാവ് ബെൽറ്റ് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച പരാതി പിന്നീട് കൂടൽ പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് 2 കുട്ടികളെയും ഭാര്യയെയും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. പിതാവിന്റെ മർദ്ദനം സഹിക്കവയ്യാതെ കുട്ടി അമ്മയുടെ വീട്ടിലേക്ക് മാറിയിരുന്നു. ഇവിടെ എത്തിയ പ്രതി ബെൽറ്റ് കൊണ്ടും മരത്തിന്റെ തൊലി കൂട്ടിക്കെട്ടിയും 14കാരനെ ദേഹമാസകലം മർദ്ദിച്ചു. ഉമ്മ, ഇരിക്ക. ഇയാള് രാത്രിയില്ല പകലില്ല ഫുട്ബോൾ കോപ്പ് ചെരുപ്പ് ഡ്രസ് ഇരിക്കേ 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 എന്നെ വളരെ ഉണ്ടാക്കാനേ വളരെ വെച്ചിട്ട് നാക്കോലെടുത്ത് കൂട്ടി ഇരിക്കണം. ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കും. ഇയാളുടെ മർദ്ദനത്തിൽ ഭാര്യ നേരത്തെ അബോധാവസ്ഥയിലായിട്ടുണ്ടെന്നും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സ്ഥിരം മദ്യപാനിയായ ഇയാളെ മുൻപ് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി. ബാലനീതി നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളയാൾ അത് നിർവഹിക്കാതെ ദേഹോപദ്രവമേൽപ്പിച്ചെന്നും കുട്ടിയുടെ മർമ്മഭാഗങ്ങളിലും അടിയേറ്റെന്നും എഫ്ഐആറിൽ പറയുന്നു. കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായപ്പോൾ തന്നെ കൂടൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, പത്തനംതിട്ട. കണ്ണൂർ പെരിയയിൽ ബൈക്കിലെത്തിയ സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിൽ 2 പേർ പിടിയിലായി. കതിരൂർ സ്വദേശി മുദസ്സിർ, മലപ്പുറം സ്വദേശി ജാഫർ എന്നിവരാണ് പിടിയിലായത്. ചക്കരക്കൽ SHM P ആസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ ജനുവരി 9-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. 3 പെരിയയിൽ വെച്ച് സ്ത്രീയുടെ സ്വർണമാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു. CCTV ദൃശ്യം പരിശോധിക്കുന്നതിനിടെ പ്രതികൾ കവർച്ച നടത്തിയ മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ച ദൃശ്യം ലഭിച്ചതാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം പുതുക്കോടിയിലെ ജാഫർ, കതിരൂർ സ്വദേശി മുദസ്സിർ എന്നിവർ പിടിയിലായത്. ചക്കരക്കൽ SHO MP ആസാദിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചുപറി നടത്തി കടന്നുകളഞ്ഞ പ്രതികളെ പിടികൂടിയത്. പൊട്ടിച്ചെടുത്ത ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ ആഭരണം ഉരുക്കിയ നിലയിലാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾ സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ബൈക്കിൽ സഞ്ചരിച്ച സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും ആഭരണങ്ങൾ പൊട്ടിച്ച് രക്ഷപ്പെടുകയാണ് പ്രതികളുടെ പതിവെന്നും പോലീസ് പറയുന്നു. ജനം, കണ്ണൂർ. ഇടുക്കി ഉടുമ്പൻചോലയിൽ സ്കൂട്ടറിൽ കൊണ്ടുനടന്ന് മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിലായി. ഉടുമ്പൻചോല ചരുവിൽ പുത്തൻവീട്ടിൽ മോഹനനാണ് പിടിയിലായത്. ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യ കച്ചവടം കണ്ടെത്തിയത്. ഉടുമ്പൻചോലയിലെ തോട്ടം മേഖലയിൽ വ്യാപകമായി അനധികൃത മദ്യം വിൽപ്പന നടത്തുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വാഹനങ്ങളിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നതായി മുമ്പ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഉടുമ്പൻചോല വട്ടക്കണ്ടിപ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പോലീസിനെ കണ്ട് ചിലർ ഓടി ഏലത്തോട്ടത്തിൽ കയറി. ഇതിന് പിന്നാലെ മോഹനൻ വാഹനം ഉപേക്ഷിച്ച് കടക്കുവാനും ശ്രമിച്ചു. ഉടുമ്പൻചോല SI സുനിലും സംഘവും മോഹനെ പിടികൂടി വാഹനം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മദ്യം നിറഞ്ഞ കുപ്പികൾ കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെട്ടവർ മദ്യം വാങ്ങാനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് മോഹനൻ മൊഴി നൽകിയിട്ടുണ്ട്. ബിവറേജിൽ നിന്നും വലിയ അളവിൽ മദ്യം വാങ്ങി 150 മില്ലി കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്തുന്നതായിരുന്നു പ്രതിയുടെ രീതി. സമാനമായ രീതിയിൽ മദ്യവിൽപ്പന നടത്തുന്ന നിരവധി പേർ മേഖലയിൽ ഉണ്ടെന്നാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. വെർച്വൽ അറസ്റ്റിലൂടെ ചേർത്തല സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും 61 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 ഉത്തർപ്രദേശ് സ്വദേശികൾ അറസ്റ്റിലായി. UP ലക്നൗ സ്വദേശികളായ ശുഭം ശ്രീവാസ്തവ, മുഹമ്മദ് സഹിൽ എന്നിവരെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിലെയും മുംബൈ അന്ധേരി പോലീസ് സ്റ്റേഷനിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്.
ചേർത്തല സ്വദേശിയായ വ്യാപാരിയെ വാട്സാപ്പ് കോളിലൂടെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായി ഭീഷണിപ്പെടുത്തി 2 ദിവസത്തോളം വീട്ടുതടങ്കലിലാക്കിയായിരുന്നു തട്ടിപ്പിനിരയാക്കിയത്. 3 തവണയായി 61,40,000 രൂപ പ്രതികൾ നൽകിയ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വ്യാപാരിയെ കൊണ്ടയപ്പിച്ചു. ഇരകളാക്കപ്പെടുന്നവരുടെ മൊബൈൽ ഫോൺ നമ്പർ ഇതര സംസ്ഥാനങ്ങളിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായിരുന്നു ഇവരുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. സാധാരണക്കാരായ തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിലക്കെടുത്താണ് തട്ടിപ്പ് പണം കൈപ്പറ്റുന്നത്. വ്യാപാരിയുടെ പരാതിയിൽ ചേർത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോഴിക്കോട്, വയനാട്, ഇടുക്കി സ്വദേശികളായ 4 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും പോലീസ് വ്യാപിപ്പിച്ചു. ഡൽഹി, UP, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് മാസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജെയിനിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ. ഭാസ്കരക്കാരനവർ വധക്കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനാണ് കേസ്. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്യുന്നതിനുള്ള മന്ത്രിസഭയുടെ ശുപാർശ ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. ഈ മാസം 24-ന് ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്നാണ് നൈജീരിയൻ പൗരയായ കെയ്ൻ സിംബോ ജൂലിയെ ആക്രമിച്ചത്. കുടിവെള്ളമെടുക്കാനായി പോയ വിദേശ വനിതയെ ഇവർ തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് FIR-ൽ ഉള്ളത്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഈ തീരുമാനം ഗവർണറുടെ പരിഗണനയ്ക്കിരിക്കെയാണ് ഷെറിൻ വീണ്ടും കേസിൽപ്പെട്ടത്. ഇതോടെ ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള സാധ്യത മങ്ങി. ജയിലിൽ കഴിയുന്ന ഷെറിന് ഉന്നതന്മാരുമായി ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ജയിലിൽ VIP പരിഗണന അവർക്ക് ലഭിച്ചതെന്നായിരുന്നു വിമർശനം. മാത്രമല്ല 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെയുള്ള അർഹരായ തടവുകാരെ പിന്തള്ളി ഷെറിന് അനുകൂലമായി ഫയൽ വേഗത്തിലാണ് നീങ്ങിയത്. അതിനിടെ ജയിലിൽ ഷെറിന് വഴിവിട്ട പരിഗണനകൾ ലഭിച്ചിരുന്നതായും ഉന്നതരുടെ സഹായങ്ങൾ ലഭിച്ചിരുന്നതായും സഹതടവുകാർ അടക്കം വെളിപ്പെടുത്തിയിരുന്നു. ജനം, കണ്ണൂർ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകാനാകില്ലെന്ന് ഉത്തരവിട്ടത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. മുൻകൂർ നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന് നിയമസാധുതയില്ലെന്നത് ഉൾപ്പെടെ പറഞ്ഞ് ചെന്താമരയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പ്രഥമ ദൃഷ്ട്യാ ചെന്താമരയുടെ പങ്ക് തെളിയിക്കുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. അറസ്റ്റ് നടപടികളിൽ പിഴവുണ്ടെന്ന വാദം ജാമ്യം നേടാനുള്ള വഴിയല്ലെന്നും കോടതി പറഞ്ഞു. അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്താമര ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലുള്ള ചെന്താമര വിയൂർ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ജനുവരി 27-നാണ് വ്യക്തിവൈരാഗ്യം മൂലം അയൽവാസികളായ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ചെന്താമര 2 പേരെ കൂടി കൊലപ്പെടുത്തിയത്. കൊലപാതകങ്ങളിൽ ചെന്താമര കുറ്റസമ്മതം നടത്തിയിരുന്നുവെങ്കിലും കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താനായി കോടതിയിലെത്തിച്ചപ്പോൾ പിന്നീട് മാറ്റിപ്പറഞ്ഞു. ഇതേ അഭിഭാഷകനുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് ചെന്താമര കുറ്റസമ്മത മൊഴി നൽകുന്നതിൽ നിന്നും പിന്മാറിയത്. ജനം, പാലക്കാട്. പാലക്കാട് മുതലമടയിൽ വിദ്യാർത്ഥിനിയെയും ബന്ധുവായ യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. മുതലമട സ്വദേശിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അർച്ചന, മിനിക്കുമ്പാറ സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചനയെ വീടിനകത്തും ഗിരീഷിനെ വീടിന് സമീപത്തെ തോട്ടത്തിലുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലങ്കോട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും.
കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത. ഫാത്തിമ മൗസ നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്ത്. ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസം രാത്രിയിൽ മൗസ കാറിൽ കയറി പോകുന്നത് കണ്ടെന്ന് സുഹൃത്ത് ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയായ തൃശൂർ സ്വദേശി മൗസ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ മൗസ നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യില്ലെന്നും പിന്നിൽ മറ്റാരോ ഉണ്ടെന്നുമാണ് മൗസയുടെ സുഹൃത്തുക്കളുടെ മൊഴി. മരിച്ച ദിവസം മുതൽ മൗസയുടെ മൊബൈൽ ഫോൺ കാണാനില്ലെന്നതും കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഫോൺ മൗസ മരിച്ച ദിവസം മുതൽ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. മൗസയുടെ മുറിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കടലാസിൽ എഴുതി വെച്ച 3 നമ്പറുകൾ മാത്രമാണ് കണ്ടെത്താനായത്. കോവൂർ സ്വദേശിയുമായി മൗസയ്ക്ക് അടുപ്പമുണ്ടായിരുന്നതായും ഇയാളാണ് മൗസയുടെ മരണത്തിന് കാരണമെന്നുമാണ് കുടുംബമടക്കം ഉന്നയിക്കുന്ന ആരോപണം. ജൂൺ 3-ാം തീയതിയാണ് ഈ കുട്ടി ജോലിക്ക് വരുന്നത്. നവംബർ 8-ാം തീയതിയാണ് കടയിൽ നിന്ന് എക്സാമിന്റെ ഗ്യാപ്പിൽ ഇവര് കടയിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് കുട്ടി എങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി. അങ്ങനെ ഒരിക്കലും നമുക്ക് സൂയിസൈഡ് സത്യം പറയാൻ എനിക്കിപ്പോഴും ഞെട്ടല്ല. ആ കുട്ടി മരിച്ചു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി കാർ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? കാർ കയറി പോകുന്നതല്ല, കാറിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 11 മണി സമയം. 11 മണി രാത്രി. ഈ കാറും പ്രതിയായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ല. ആ നിസ്സാര കാര്യങ്ങൾക്കൊന്നും അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആളല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ഞാൻ പോയിരുന്നു. അപ്പൊ ബോഡി അങ്ങോട്ട് എത്തി. അപ്പൊ ചെക്കന്മാരോട് ചോദിച്ചു എന്തെങ്കിലും സംഭവം. അപ്പൊ ഈ കുറിപ്പിന്റെ കാര്യം അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടികൾ കുറിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. മൗസ ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസം രാത്രി 11 മണിക്ക് കാറിൽ പോകുന്നത് കണ്ടവരുണ്ട്. അങ്ങനെയെങ്കിൽ അതാരായിരുന്നു? എപ്പോഴും ചിരിച്ചു മാത്രം കണ്ട ബോൾഡായ മൗസയുടെ ആത്മഹത്യക്ക് പിന്നിൽ തക്കതായ കാരണമുണ്ടാകുമെന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത്. ആരാണ് മൗസയെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത്? അതാണ് ഇനി കണ്ടെത്തേണ്ടത്. അന്വേഷണം വെറുമൊരു ആത്മഹത്യ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. അതാണ് സുഹൃത്തുക്കളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിവരങ്ങൾ തേടി ഇഡി. കേസിന്റെ വിശദാംശങ്ങളും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ആവശ്യപ്പെട്ട് ഇഡി ക്രൈംബ്രാഞ്ച് DGPക്ക് കത്തയച്ചു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാതിവില തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്ത ഇഡി സംസ്ഥാന വ്യാപകമായി 12 കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ പൂർണ്ണ സഹകരണമാണ് ഇഡി തേടുന്നത്. ആദ്യം ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്ത കേസിൽ പ്രധാന രേഖകളെല്ലാം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ്. ഇഡിക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡുകൾ നടത്തി രേഖകളും ബാങ്ക് ഇടപാട് വിവരങ്ങളും സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങളും പിടിച്ചെടുത്തിരുന്നു. പരിശോധന പൂർത്തിയാക്കിയ കേന്ദ്രങ്ങൾ സീൽ ചെയ്ത ക്രൈംബ്രാഞ്ച് റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ നടപടികളുടെ ഭാഗമായാണ് കത്തയച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും പരാതികൾ രജിസ്റ്റർ ചെയ്ത കേസായതിനാലാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് കത്തയച്ചത്. സാധാരണ നിലയിൽ നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് SP-മാർക്കാണ് കത്ത് നൽകാറുള്ളത്. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറാതിരിക്കുകയും അന്വേഷണത്തോട് നിസ്സഹകരിക്കുകയുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പതിവ് രീതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നില്ല. ജനം, കൊച്ചി. CPM സൈബർ പോരാളിയും ഗുണ്ടാ നേതാവുമായ ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ജിജോ തില്ലങ്കേരിയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജിജോ തില്ലങ്കേരി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പട്ടികജാതിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് ഓഫീസ് ക്ലബ്ബിൽ മദ്യലഹരിയിൽ യുവാവിൻ്റെ പരാക്രമം. തോക്കു ചൂണ്ടി ചുറ്റുമുള്ളവരെ ഭീഷണിപ്പെടുത്തി. ക്ലബ്ബിലെ മറ്റംഗങ്ങളുമായി ഏറെ നേരം തർക്കിച്ചു. യുവാവിനെ നിയന്ത്രിക്കാൻ ക്ലബ്ബ് ഭാരവാഹികൾ തയ്യാറായില്ലെന്ന ആക്ഷേപം. ഉള്ളിയേരി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. വിവരങ്ങളുമായി ദിഷ്ണ ശരിയാണ്. ദിഷ്ണ, എപ്പോഴായിരുന്നു സംഭവം? അല്പസമയത്തിന് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. കോഴിക്കോട് ഓഫീസ് ക്ലബ്ബിലാണ് ഇത്തരത്തിൽ
മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. തോക്ക് ചൂണ്ടി ഈ യുവാവ് ചുറ്റുമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ യുവാവിന് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ അയാളുടെ അരയിലുള്ള തോക്ക് ചൂണ്ടി തോക്ക് പുറത്തെടുക്കുകയും പിന്നീട് അവിടെ എത്തിയ ക്ലബിലെ മറ്റംഗങ്ങളുമായി ഏറെ നേരം ഇയാൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. യുവാവിനെ നിയന്ത്രിക്കാൻ ക്ലബ്ബ് ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല എന്നൊരു ആക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. പിന്നീട് നടക്കാവ് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പിന്നീട് ഈ യുവാവിനോട് സംസാരിക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയുമായിരുന്നു. ഈ തർക്കത്തിനിടയിലൊക്കെ തന്നെ താൻ വയനാട് സ്വദേശിയാണ് എന്നൊക്കെ യുവാവ് വിളിച്ചു പറഞ്ഞിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പരാതിയിൽ ഉള്ളേരി സ്വദേശിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ തോക്ക് ലൈസൻസ് ഉള്ളതാണോ എന്നൊക്കെ പരിശോധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ലൈസൻസ് ഉള്ളതാണെങ്കിൽ കൂടിയും എന്തിനാണ് ഈ തോക്ക് കൊണ്ട് ഈ യുവാവ് നടക്കുന്നത് എന്ന ചോദ്യമൊക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വളരെ ഒരു മണിക്കൂറോളം ഈ ക്ലബില് വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. KP ദൃഷ്ടിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരി പിടിമുറുക്കുന്ന സംസ്ഥാനത്ത് ഇതിനെതിരെയുള്ള പ്രതിരോധം അനിവാര്യമാണ്. ഒരുമിച്ചുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ ഇതിനെ മറികടക്കാനും സാധിക്കൂ. ഇത്തരം ഇടപെടലിൽ മാതൃകയായിരിക്കുകയാണ് ഇന്ത്യ ഉപാധ്യക്ഷനും VSDP ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ലഹരി കേസിൽ മകനെ അറസ്റ്റ് ചെയ്ത പൂവാർ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തതുകൊണ്ടാണ് മകന്റെ ജീവനം തിരിച്ചു പിടിക്കാനാകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ തനിക്കും മറ്റ് അനവധി രക്ഷകർത്താക്കൾക്കും മക്കളെ നഷ്ടമാകുമായിരുന്നു. മാറ്റത്തിന് തയ്യാറായ മകനെ ചേർത്ത് നിർത്തുകയാണ് താനെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വെളിപ്പെടുത്തലിൻ്റെ ആശ്ചര്യത്തിലാണ് മലയാളികൾ. ഒരു പിതാവ് പറയുകയാണ്, എൻ്റെ മകനെ ലഹരി കേസിൽ പിടിച്ചു, അവൻ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് തുറന്ന് സമ്മതിക്കുക തന്നെ വേണം. NDA സംസ്ഥാന ഉപാധ്യക്ഷനും VSDP നേതാവുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു തുറന്നു പറച്ചിൽ നടത്തിയത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തുറന്നു പറച്ചിലിന് താങ്കൾ തയ്യാറായത് എന്നുള്ളതാണ് മലയാളികൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം. കേരളം പൊതുവെ ലഹരിക്ക് അടിമയായി വന്നിരിക്കുകയാണ്. അതിൽ ഒരു കണ്ണിയായി എൻ്റെ മകനും പെട്ടു. എൻ്റെ മകന് വയസ്സ് 27. സ്വാഭാവികമായിട്ട് അവൻ്റെ ഒരുപാട് കൂട്ടുകാരുകളും ഒക്കെ ഇതിൽ പെട്ടു. അതെൻ്റെ മകൻ പെടുത്തിയതാണോ അവർ പെടുത്തിയതാണോ എന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് തെറ്റായി തന്നെ കാണണം. കാരണം എൻ്റെ മോന് ഇന്ന് രാവിലെ എന്നോട് 2 മണിക്കൂർ കാര്യങ്ങൾ സംസാരിച്ചു. ഇത് ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ചോദിച്ചു. 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത ആളുകളുടെ പേരുകൾ അവൻ പറഞ്ഞു. എനിക്കറിയാവുന്ന പല ആളുകളുടെയും മക്കളും ഒക്കെ ഉണ്ട്. ഇത് കൈമാറ്റം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ എനിക്ക് വിവരം തന്നു. ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആ തെറ്റ് ചെയ്തില്ലെങ്കിൽ തിരുത്തിയാൽ നിൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരെയൊക്കെ വിളിച്ച് ഞാൻ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോഴാ പൂവാർ പോലീസ് ഈ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ നീണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എൻ്റെ മകൻ നഷ്ടപ്പെടുന്നത് പോലെ ഒരുപാട് രക്ഷകർത്താക്കൾക്ക് മക്കൾ നഷ്ടപ്പെടുമായിരുന്നു. ഇത് തുടക്കത്തിലായതുകൊണ്ട് അത് എന്നെപ്പോലുള്ള രക്ഷകർത്താക്കൾ എല്ലാവരും അവരവരുടെ മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകൻ തിരുത്താമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ കളയുന്നില്ല. MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ കേരളത്തിലെ യുവാക്കളെ മുഴുവൻ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു ശാപമായി മാറിയിട്ടുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലും എന്ന് വേണ്ട ചെറിയ കുട്ടികൾ പോലും ഇന്ന് ഇത്തരം മാരക മയക്കുമരുന്നുകളുടെ അടിമകളായി കഴിയുന്നു. സംസ്ഥാന സർക്കാരിനും പോലീസിനും ഒന്നും ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയില്ല. അപ്പോഴാണ് ഈ സാഹചര്യത്തിൽ ഒരു രക്ഷകർത്താവും മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയി എന്ന് തെറ്റുപറ്റിയ കാര്യം തുറന്ന് സംബന്ധിച്ച ഒരു മകനും രംഗത്ത് വരുന്നത്. ഈ രക്ഷകർത്താവും മാറ്റത്തിന് തയ്യാറായ ഈ മകനും നമുക്കും കേരളത്തിലെ എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ മക്കൾക്കും മാതൃകയാണ്. ക്യാമറമാൻ ഗോപുവിനൊപ്പം പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.